ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ പുറകെ കിടക്കുന്ന ഈ ആളെ ഒന്ന് റെഡിയാക്കാനാണ്. ഇവൻ കുറേ ദിവസമായിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുന്നു, മൊത്തം പോയി കിടക്കുകയാണ്. എൻ്റെ ബോഡിയൊക്കെ മൊത്തം പോയി കിടക്കുക, ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണ്. അപ്പോൾ നമുക്കിവനെ തിരിച്ച് പണിഞ്ഞ് കൊണ്ടുവരണം. അതിനുവേണ്ടിയാണ് ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. സോ ഗായ്സ്, ഇതാണ് ഇപ്പോഴത്തെ ഇവൻ്റെ അവസ്ഥ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ബോഡി മൊത്തം പോയി കിടക്കുകയാണ്, ഡോറിൻ്റെ സൈഡൊക്കെ മൊത്തം പോയി കിടക്കുകയാണ്. നമുക്കിവനെ റെഡിയാക്കിയെടുക്കും. ഫ്രണ്ടൊക്കെ കണ്ടു, ലൈറ്റിൻ്റെ സൈഡൊക്കെ മൊത്തം ചളങ്ങി കിടക്കുക. അതുപോലായിരുന്നു ആക്സിഡൻറ്റ്. ബസ് ആകെ കുളവായിരിക്കുക. പക്ഷേ വർക്കിംഗ് കണ്ടീഷനാണ്, ഓടും, വണ്ടി ഓടും, സ്പീഡ് കുറവാണ്. എന്താണെന്നറിയില്ല. നമുക്ക് എന്തായാലും ഇവനെ അവിടെ കൊണ്ടുപോകണം. ബസ് നമുക്ക് വണ്ടിയിൽ കയറാം. ഓക്കെ, നമ്മൾ വണ്ടിയിൽ കയറിക്കഴിഞ്ഞ് നമുക്ക് വണ്ടി പതുക്കെ സ്റ്റാർട്ടാക്കാം. നമുക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. റേസ് കൊടുക്കാം. റേസ് കൊടുത്ത് നമുക്ക് നോക്കാം. വണ്ടി എന്തായാലും ഓടും, പക്ഷേ സ്പീഡ് കുറവാണ്. നമ്മൾ അതിനനുസരിച്ച് വേണം. ഗൈസ്, നമുക്കിപ്പോൾ ഇതൊക്കെ മുന്നോട്ട് പോകാം. നമുക്ക് വണ്ടി കൊണ്ട് റിപ്പയർ ചെയ്യേണ്ടതാണ്, സമയമില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം. ഭയങ്കര ട്രാഫിക്കാണ്, എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല. ട്രക്കുകാരൻ്റെ ആ ഗ്യാപ്പിൽ കൂടെ നമുക്ക് ഇതൊക്കെ വണ്ടി എടുത്തുകൊണ്ട് പോകാം എന്നാണ് എൻ്റെ പ്ലാൻ. അപ്പോഴത്തേക്ക് അവൻ ആ വണ്ടി അവിടെ കൊണ്ടുവന്നിട്ട് ട്രാഫിക്ക് പോകുമെന്ന് തോന്നുന്നില്ല. നമുക്ക് എന്തായാലും വണ്ടി ബാക്കിലോട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ സൈഡിൽ കൂടെ പോവാം. എന്തായാലും വണ്ടി പോയി കിടക്കുക. എന്തായാലും നമുക്ക് വണ്ടി റിപ്പയർ ചെയ്തെടുക്കണം. പോയാലും കുഴപ്പമില്ല. അപ്പോൾ സൈഡിൽ കൂടെ എടുക്കാം. ഗൈസ്, ട്രാഫിക് എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഹൈവേ കൂടെ നമ്മളിന്ന് നേരെ പോകണം. വർക്ക്ഷോപ്പിലോട്ട് പോകേണ്ട സമയമായി. നമുക്ക് ഇത്രയും സ്പീഡിൽ നമുക്ക് ഇനി വണ്ടി ഓടിക്കാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഇതൊക്കെ പോവാം. അയ്യോ ഗൈസ്, നമുക്ക് വഴി തെറ്റിയിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തെ വഴി കൂടെ ഇന്ന് പോകേണ്ടത്. ഇത് റോങ് വേ ആണ്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഇതുവഴി പോവാം. വഴി ലെഫ്റ്റ് എടുത്ത് നമുക്ക് ഇതുവഴി കൂടെ പോവാം. പിന്നെ ഇവിടുന്ന് യൂ ടേൺ ആണ് എടുക്കേണ്ടത്. റോങ് വേ ആയിപ്പോയി. അപ്പോൾ ഗൈസ്, അപ്പം നമ്മൾ വണ്ടി കൊണ്ടിടിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നല്ലപോലെ കൊണ്ടിടിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും വർക്ക്ഷോപ്പിലോട്ട് പോകേണ്ടതായതുകൊണ്ട് നമുക്കിനി അങ്ങോട്ട് പോയേ പറ്റത്തുള്ളൂ. ഇങ്ങനെയാണ് ഗൈസ് നമുക്ക് ഈ വണ്ടി ആക്സിഡൻ്റായി ഇത്രയും പ്രശ്നങ്ങൾ ഈ വണ്ടിക്ക് പറ്റിയത്. ഇങ്ങനെയാണ്. ഇത് പ്രോ ഡ്രൈവറല്ലേ. അപ്പോൾ ഗൈസ്, നമ്മുടെ വർക്ക്ഷോപ്പിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ കൊണ്ടുപോയി നമുക്ക് ഈ വണ്ടി പാർക്ക് ചെയ്യാം. അവർ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് വണ്ടി പണിത് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തിടാം. ഗൈസ്, നമ്മുടെ ബസ്സിൻ്റെ റിപ്പയറിങ് തുടങ്ങിയിട്ടുണ്ട്. കൂടുതലും നമ്മുടെ റിപ്പയറിങ് ചെയ്യേണ്ടത് നമ്മുടെ ലൈറ്റിൻ്റെ അവിടെയാണ്. അവിടുത്തെ റിപ്പയർ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ റിപ്പയർ ആയി കഴിയുമ്പോൾ രസമായിരിക്കും ബസ് കാണാൻ. ഗൈസ്, നമ്മുടെ ബസ് റിപ്പയർ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. ഒന്നുകൂടെ രസം ഉണ്ടാവണമെങ്കിൽ നമുക്കിതിനെ വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ വാഷ് ചെയ്യുന്ന വീഡിയോ അടുത്ത പാർട്ടായിട്ട് നമ്മൾ ഇറക്കുന്നതാണ്. അപ്പോൾ ഫോളോയും സബ്സ്ക്രൈബ് കമൻറ്റും ചെയ്യണം. അപ്പോഴത്തേക്ക് ടാറ്റാ, ബൈ.